ഹലോ, വീട്ടിൽ ഇൻഡോർ പ്ലാന്റ്സ് വെക്കാൻ ഇഷ്ടമുള്ളവരാണോ, അതല്ലെങ്കിൽ വീട്ടിൽ ഇൻഡോർ പ്ലാന്റ്സ് വളർത്തുന്നവരാണോ എങ്കിൽ നിങ്ങൾക്കുള്ളതാണ് വീഡിയോ. ഞാൻ എന്നൊരു പ്ലാന്റ് പരിചയപ്പെടുത്തി തരാൻ പോവാണ്. ഇത് മിക്ക വീടുകളിൽ ഉണ്ടാവുന്നതാണ്. പ്രത്യേകിച്ച് ഇൻഡോറിൽ പ്ലാന്റ്സ് ഒക്കെ വെക്കാൻ ഇഷ്ടമുള്ളവരുടെ വീട്ടിൽ ഈ ഒരു ചെടി ഇല്ലാതിരിക്കില്ല. അതെന്താണെന്ന് അറിയാമോ? അതാണ് ഈ കാണുന്ന സ്വിസ് ഇൻഡോർ ചീസ് പ്ലാന്റ് എന്നാണ് ഇതിനെ പറയാ. ഇതിനെ ചീസ് പ്ലാന്റ് എന്ന് വിളിക്കാനുള്ള കാരണം ഇതിന്റെ ഇലയിൽ കാണുന്ന ഈ കുഞ്ഞു 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 ചീസുകൾക്ക് ഇങ്ങനെ ഒരു സ്ക്വയർ ആയിട്ടുള്ള ഒരു ഇത് കാണില്ലേ, അതേപോലത്തെ ഒരു ഷേപ്പ് ഉള്ളത് കൊണ്ടാണ് ഇതിനൊരു സ്വിസ് ചീസ് പ്ലാന്റ് എന്ന് വിളിക്കുന്നത് തന്നെ. ഇതിന്റെ മെയിൻ ഒരു ഉപകാരം എന്ന് പറയുന്നത് ഒരു എയർ പ്യൂരിഫിക്കേഷൻ തരുന്ന ഒരു പ്ലാന്റ് ആണ്. അതായത് ഇതിന്റെ ബ്രോഡ് ആയിട്ടുള്ള ലീവ്സ് നിങ്ങൾക്ക് കാണാം, ഭയങ്കര ബ്രോഡ് ആണ് ഇതിന്റെ ലീവ്സ്. ഈ ലീവ്സ് ഈ വീടിനകത്തുള്ള ടോക്സിൻസിനൊക്കെ വലിച്ചെടുക്കും എന്നാണ് പറയുന്നത്. അതുവഴി നമ്മുടെ റൂമിനകത്തുള്ള എയർ ക്വാളിറ്റിയും അതുപോലെ ഹ്യൂമിഡിറ്റിയും കൂട്ടാൻ സഹായിക്കും. മാത്രമല്ല നമ്മുടെ സ്ഥലം എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ടും ബ്രീത്തബിൾ ആയിട്ടും വെക്കാനും ഈ ഒരു ചെടി ഹെൽപ്പ് ചെയ്യും കേട്ടോ. രണ്ടാമത്തെ കാര്യം ഇതിന്റെ ഒരു എസ്തെറ്റിക് അപ്പീലാണ്. ഇപ്പൊ എസ്തെറ്റിക് എന്നുള്ള വാക്കൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ട് നടക്കുമല്ലേ. അപ്പം അത് പറഞ്ഞ പോലെ ഇതൊരു എസ്തെറ്റിക് ഇൻഡോർ പ്ലാന്റും കൂടിയാണ്. അതായത് ഇതിന്റെ ഹോൾ ടൈപ്പ് വരുന്ന ഈ ഒരു ലീവ്സ് ഉണ്ടല്ലോ, ഇതാണ് നമുക്കൊരു സ്റ്റൈലൊക്കെ കൊടുക്കുന്നത് കേട്ടോ. നമ്മുടെ വീടിനകത്ത് ഇത് ഏത് കോർണറിൽ വെച്ചാലും ഇതിനെ കാണാൻ നല്ല ഭംഗിയാണ്. അതായത് നിങ്ങളുടെ റൂം ഒരു മിനിമലിസ്റ്റ് റൂം ആയിക്കോട്ടെ, ഒരു ബോഹോ റൂം ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു കണ്ടംപററി ആയിക്കോട്ടെ, ഏത് തരമുള്ള സ്റ്റൈലിന്റെയും കൂടി മാച്ച് ആയി പോകുന്ന ഒരു ഇൻഡോർ പ്ലാന്റ് ആണിത്. പിന്നെ മൂന്നാമത്തെ കാര്യം, നമ്മുടെ മൂഡ് എൻഹാൻസ് ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യും. നമുക്കറിയാം ഈ വീടുകളിൽ ചെടിയൊക്കെ വെക്കുന്നവർക്ക് അറിയാൻ പറ്റും, നമ്മൾ രാവിലെ ഒക്കെ എഴുന്നേറ്റ് വരുമ്പോഴത്തേക്കും ഈ ചെടികളുടെ ഈ ഒരു ഗ്രീനറിയും കാര്യങ്ങളൊക്കെ കാണുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സ് ഭയങ്കര ഒരു പോസിറ്റീവ് ആയിട്ടിരിക്കുന്നത് ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടാവും മിക്കവർക്കും. പ്രത്യേകിച്ച് ഇൻഡോർ പ്ലാന്റ്സ് വളർത്തുന്നവർക്ക് അത് മനസ്സിലാവും. അപ്പൊ അത്തരത്തിൽ ഈ ചെടിക്കും അതിന്റെ ഒരു ബെനിഫിറ്റ് ഉണ്ട് കേട്ടോ. അതായത് നമ്മുടെ ഒരു മൂഡ് എൻഹാൻസ് ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. ഇത് എപ്പോഴും വെക്കേണ്ട ഒരു സ്ഥലം എന്ന് പറയുന്നത് ബ്രൈറ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ട് ലൈറ്റ് കിട്ടുന്നിടത്തുമാണ് നമ്മൾ ഈ ഒരു ചീസ് പ്ലാന്റ് വെക്കേണ്ടത്. പിന്നെ ഇതിന്റെ ഒരു ഹ്യൂമിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മാസത്തിൽ ഒന്നോ അല്ലെങ്കിൽ ഒരു 3 ആഴ്ച കൂടുമ്പോഴൊക്കെ ഇതൊന്ന് മിസ്റ്റ് ചെയ്ത് കൊടുക്കാട്ടോ. വാട്ടർ ഒന്ന് മിസ്റ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് തുടച്ചു കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഒന്ന് മിസ്റ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പൊ മറക്കണ്ട, ഈ ഒരു സ്വിസ് ചീസ് പ്ലാന്റിനെ കൊണ്ട് ഇത്രയും ഉപകാരങ്ങളുണ്ട്. അപ്പൊ നിങ്ങളുടെ വീട്ടിൽ ഈ ചെടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ആളൊന്ന് പരിഗണിച്ചോളൂ കേട്ടോ. കാരണം ഇത് നമുക്ക് നല്ലൊരു ബെനിഫിറ്റ്സ് ഒക്കെ തരുന്ന ഒരു ഇൻഡോർ പ്ലാന്റും കൂടിയാണ്. ഇനി അതല്ല ഇതുവരെ മേടിച്ച് വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു പ്ലാന്റും കൂടെ നിങ്ങളുടെ ഒരു കളക്ഷനിൽ വെച്ചാൽ നല്ലതായിരിക്കും. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.